അടുത്തിലേക്ക് പോവാം. ഡി പി ഏതാ? 4 അല്ലേ? ഏതാ? എ മെർച്ചൻറ്റ് വൈൽ ബാലൻസ് ഹീസ് ബുക്സ് ഓഫ് അക്കൗണ്ട് നോട്ടീസ് ദാറ്റ് ട്രയൽ ബാലൻസ് എന്തായിട്ടില്ല? ടാലി ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ടാലി ആക്കണം അല്ലേ? അപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നോ? ഫസ്റ്റ് വൺ, എത്രയാണ് ബാലൻസ് ഉള്ളത് സസ്പെൻസ് അക്കൗണ്ടിൽ? 1700. ശ്രദ്ധിക്കണം, അത് എക്സസ് ക്രെഡിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? എക്സസ് ക്രെഡിറ്റ്. ഞാൻ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ എന്താ അറിയോ വരച്ചു നോക്കും. ഓക്കെ അല്ലേ? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവർ എന്ത് ചെയ്യും? ഇങ്ങനെ ആലോചിച്ചിരിക്കും. ടെൻഷനാണ്. ഓക്കെ അല്ലേ? ഒന്ന് വരച്ചു നോക്കിയാൽ മതി. ട്രയൽ ബാലൻസ് അല്ലേ? ഡെബിറ്റ്, പിന്നെ ഏതാ? ക്രെഡിറ്റ്. എക്സസ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ കൂടുതൽ? ക്രെഡിറ്റാണ് കൂടുതൽ. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഡെബിറ്റിൽ 10,000 കിട്ടും, ഇവിടെ എത്ര കിട്ടും? 11,700 കിട്ടും. ടോട്ടൽ ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്നത്. ഡെബിറ്റിൽ 10 കിട്ടുന്നു, മറ്റടുത്ത് 11. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റിലും 11,700 ആക്കണ്ടേ? അപ്പോൾ ഇവിടെ എത്ര കുറവുണ്ടാവും? 1700. ഇതിനെന്ത് പേര് അടിക്കും? സസ്പെൻസ്. അപ്പോൾ സസ്പെൻസിന് ഏതാ ബാലൻസ്? ഡെബിറ്റ്. കൺഫ്യൂസഡ് ആകും ചിലർ. ക്രെഡിറ്റ് അല്ല വിചാരിച്ച് ക്രെഡിറ്റാന്ന് വിചാരിക്കരുത്. മനസ്സിലായ? ക്രെഡിറ്റിൽ എക്സസ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഏത് അക്കൗണ്ടാണ്? സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യട്ടെ. ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. ജേണൽ എൻട്രി എഴുതിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് പറഞ്ഞെഴുതണം? ടു ബാലൻസ് ബ്രോഡ് ഓൺ. 2 എന്നല്ലേ വരിക? എത്ര എമൗണ്ട്? 1700. എ ആകെ 4 ആയിട്ടുള്ളൂ. എ എന്താ പറയുന്നത്? വൈകി ഗുഡ്സ് ബ്രോഡ് ഫ്രം എവിടുന്നാ? നന്ദു. എത്ര രൂപയ്ക്കാണ് നന്ദുവിനെ നിന്ന് മേടിച്ച്? 5000 രൂപ. അത് ക്രെഡിറ്റ് ഓഫ് നന്ദുവിൽ എത്ര എഴുതി? 5,500 എഴുതി. ഓക്കെ അല്ലേ? ശരിക്കും നന്ദുവിൻ്റെ നിന്ന് മേടിച്ചാലുള്ള എൻട്രി എന്താ? ഒന്ന് ആലോചിച്ച് നോക്ക്. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റ് ടു നന്ദു. അപ്പോൾ നന്ദുവിന് എത്രയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? 5000. പക്ഷെ അവർ എത്ര ക്രെഡിറ്റ് ചെയ്തു? 5,500. അപ്പോൾ 500 കൂടുതലായി ക്രെഡിറ്റ് ചെയ്തില്ലേ? ആ കൂടുതലായി ക്രെഡിറ്റ് ചെയ്തതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ എൻട്രി എന്താ വരിക? നന്ദു അക്കൗണ്ട് ഡെപ്റ്റർ ടു. അപ്പുറത്ത് പറയാനുള്ള ആരാണ്? സസ്പെൻസ് ആണ്. എത്ര? 500. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിൽ ഇത് പോസ്റ്റ് ചെയ്യണം അല്ലേ? എന്ത് പറഞ്ഞ് എഴുതണം? ബൈ നന്ദു എന്ന് പറഞ്ഞ് എത്ര എഴുതണം? 500 എഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്തേതാ? 7,750 എൻറ്റേഡ് ഇൻ പർച്ചേസ് റിട്ടേൺ ബുക്ക്. എൻറ്റേഡ് ഇൻ പർച്ചേസ് റിട്ടേൺ ബുക്ക്. അപ്പോൾ പോസ്റ്റ് ടു ദ ക്രെഡിറ്റ് ഓഫ് പവൻ ടു ഹൂം ദ ഗുഡ്സ് ഹാവ് ബീൻ റിട്ടേൺ. അപ്പോൾ പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ജേണൽ എൻട്രി എന്താ വരിക? പർച്ചേസ് റിട്ടേണിൻ്റെ പവൻ. ശ്രദ്ധിക്കണം കേട്ടോ. പവൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? പർച്ചേസ് റിട്ടേൺ എന്നാണ് എൻട്രി വരേണ്ടത്. അപ്പോൾ പവൻ എന്താ ചെയ്യേണ്ടത്? പവനെ ഡെബിറ്റാണ്, ക്രെഡിറ്റാ? പർച്ചേസ് റിട്ടേണിൻ്റെ യഥാർത്ഥ എൻട്രി എന്താ? പവൻ അക്കൗണ്ട് അപ്റ്റ് ടു പർച്ചേസ് റിട്ടേൺ അല്ലേ? അപ്പോൾ പവൻ എന്താണ് ചെയ്യേണ്ടത്? ചെയ്തതെന്നല്ല, ചെയ്യേണ്ടത് ഡെബിറ്റ്. പക്ഷെ ഇവരിപ്പോൾ എന്താ ചെയ്തത്? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? പവനെ ഒരു പ്രശ്നമുണ്ട്. പവനെ ഡെബിറ്റ് ചെയ്യണം. 750 ചെയ്താൽ പറ്റൂല. എത്ര ചെയ്യണം? 1500 ചെയ്യണം അല്ലേ? ഉറപ്പല്ലേ? പവൻ 1500. അപ്പോൾ എൻട്രി എന്താ വരിക? ഇതിൻ്റെ പവൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? സ്വാഭാവികമായിട്ടും സസ്പെൻസ്. എമൗണ്ട് എത്ര വരും? 1500. ഓക്കെ അല്ലേ? സസ്പെൻസ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ പവൻ 1500. കണ്ടിന്യൂ ചെയ്യട്ടെ. സൺഡ്രി ഐറ്റം ഓഫ് ഫർണിച്ചർ സോൾഡ് 26,000 വേഴ്സ് എൻറ്റേഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. കറക്റ്റ് എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഏതാണ്? ഫർണിച്ചർ വിറ്റാളുടെ എൻട്രി അങ്ങനെയല്ലേ? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഫർണിച്ചർ. എത്ര എമൗണ്ട്? 26,000. പക്ഷെ ഒരു തെറ്റായിട്ട് എന്തെഴുതി? സെയിലല്ലേ എന്ന് വിചാരിച്ച് ഒരു പൊട്ടനായ അക്കൗണ്ടൻറ്റ്. അപ്പോൾ അയാൾ എന്തെഴുതി? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു എന്തെഴുതി? സെയിൽസ് എഴുതി. ഇനി ഈ പ്രശ്നത്തെ തീർക്കാൻ എൻട്രി എന്താ? സെയിൽസ് അക്കൗണ്ട് അപ്റ്റർ ടു ഏതാണ്? ഫർണിച്ചർ. ഓക്കെ അല്ലേ? ഈ എൻട്രി എഴുതി വെക്കണം. സെയിൽസ് അക്കൗണ്ട് അപ്റ്റർ ടു ഫർണിച്ചർ. പക്ഷെ ഇത് ഇതിന് എഫക്റ്റ് ഉണ്ടാക്കില്ല. സസ്പെൻസ് അക്കൗണ്ട്. വൈ?
ഡബിൾ സൈഡ് എററാണ് അല്ലേ? ഡബിൾ സൈഡ് എററാണ്. അപ്പോൾ കറക്റ്റ് റെക്ടിഫൈ ചെയ്യേണ്ട എൻട്രി എന്താണ്? സെയിൽസ് അക്കൗണ്ട് അപ് ടു ഏതാണ്? ഫർണിച്ചർ. പോട്ടെ. ലാസ്റ്റ് വൺ ഏതാ? ഡിസ്കൗണ്ട് ഓഫ് 300 ഫ്രം ക്രെഡിറ്റർ. അങ്ങനെ പറഞ്ഞാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ അലൗഡ് ആണോ? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഓക്കെ അല്ലേ? യെസ്. നമ്മളെവിടെയോ മുന്നേ ഒരു എൻട്രി അപ്പോൾ ഞാൻ തെറ്റി പറഞ്ഞല്ലോ. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് അപ് ടു ഏതാണ്? ഡെപ്റ്റർ എന്നാണ് പറഞ്ഞത്, ക്രെഡിറ്റർ എന്നാണ് ഞാൻ പറഞ്ഞവിടെ. ഓക്കെ അല്ലേ? തെറ്റിപ്പോയി, ഇപ്പോൾ ഓർക്കുന്നു. യെസ്. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഉണ്ട്, ക്ഷമിക്കുക. ഓക്കെ. ബ്രൈറ്റായ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും? തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. യെസ്. അപ്പോൾ എൻട്രി എന്താ പറഞ്ഞത് അല്ലേ? ഡെപ്റ്റർ ക്രെഡിറ്റർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റർ നമുക്ക് ഡിസ്കൗണ്ട് എന്താ ചെയ്യുക? തരുകയാണല്ലോ ചെയ്യുക. തരും, നമുക്ക് തരും. അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്താ എഴുതേണ്ടത്? ഡിസ്കൗണ്ടിനെ എന്ത് ചെയ്യണം? റിസീവ്ഡ് ക്രെഡിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് റിസീവ്ഡിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റർ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എൻട്രി എന്താ വരിക? ക്രെഡിറ്റർ അക്കൗണ്ട് അപ് ടു ഏതാ? ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായുള്ളത്? തെറ്റെന്താ? ക്രെഡിറ്റർ അക്കൗണ്ട് കറക്റ്റാണ്, പക്ഷേ എവിടെ എഴുതിയിട്ടില്ല? ഡിസ്കൗണ്ടിൽ നോട്ട് പോസ്റ്റഡ് ടു ഡിസ്കൗണ്ട്. ഒന്നുമല്ല, ഡിസ്കൗണ്ട് ഒരു റിസീവ്ഡ് ഒരു ഇങ്കല്ലേ എഴുതിയില്ല നിങ്ങൾ? ഡിസ്കൗണ്ട് റിസീവ്ഡാന്ന് എഴുതിയില്ലേ? ആ ഇൻകം കാണിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഇൻകം നിങ്ങൾ എന്ത് ചെയ്യണം? കാണിക്കണം. അപ്പോൾ ആ ഇൻകത്തെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് പറഞ്ഞ് എഴുതണം? ടു ഡിസ്കൗണ്ട് ഏതാണ്? റിസീവ്ഡ് എഴുതണം. ഇനി ഡെബിറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഏതാ? സസ്പെൻസ് ആണ്. അപ്പോൾ എൻട്രി എന്താ വരിക? സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലേ? അപ്പോൾ സസ്പെൻസിൽ എന്ത് എഴുതണം? ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. എത്ര എമൗണ്ട് വരും? 300. ഇനി ഒരു രസമുണ്ട്, സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്ക്. ഇവിടെ എത്ര വരിക? 2000. പിന്നെ എത്ര? 2000. അപ്പോൾ ഈ അക്കൗണ്ടില്ല, അത് ഓക്കെ ആയി. തെറ്റുകൾ നമ്മൾ തിരുത്തി. എപ്പോഴാണ് തിരുത്തിയത്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ബിഫോർ കൊണ്ടുവരാൻ പറ്റുമോ? നോ. വൈ? സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താ? ഒരു ട്രയൽ ബാലൻസ് ടാലി ആയിട്ടില്ല. ആ ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയാലല്ലേ ടാലി ആണോ അല്ലേ എന്നറിയാം അല്ലേ? യെസ്. ദാറ്റ്സ് ഓൾ.